അസ്സലാമു അലൈക്കും. എന്താണ് ഷഹാദത്ത് കലിമ? ഷഹാദത്ത് കലിമ നമ്മൾ പൂർണ്ണമായിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ചെല്ലിയാലേ മുസ്ലിം ആവുള്ളൂ എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വിവാഹത്തിന്റെ കാര്യത്തിൽ നമ്മൾ മതം മാറിയിട്ട് ഷഹാദത്ത് കലിമ ചെല്ലിയാൽ ഒരിക്കലും നമ്മൾ മുസ്ലിം ആവുന്നില്ല. എന്നാൽ അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ചെല്ലാൻ. കാരണം അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലാണെന്നും നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രവാചകനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മൊഴിയാണത്. അല്ലെങ്കിൽ അടിസ്ഥാനപരമായ വിശ്വാസം. അപ്പം ഈ ഒരു വിശ്വാസം ഒരാളിലുണ്ടെങ്കിൽ, കാരണം ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിക്കുന്നവന് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവന് സൃഷ്ടാവാണ്. എല്ലാത്തിനെയും അവരെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും നമുക്ക് സ്വന്തമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ ഈ ഭൂമിയിൽ കഴിയൂല. കാരണം എല്ലാത്തിനും നമ്മളെ വിരലൊന്നും അനങ്ങണമെങ്കിൽ സൃഷ്ടാവിനെ നമ്മൾ ആശ്രയിക്കണം. നമുക്ക് തല ഒന്ന് തിരിക്കണമെങ്കിൽ സൃഷ്ടാവിനെ നമ്മൾ ആശ്രയിക്കണം. നമുക്കൊന്ന് സംസാരിക്കണമെങ്കിൽ, നമുക്ക് കണ്ണ് കാണണമെങ്കിൽ, നമ്മൾ കേൾവി ഉണ്ടെങ്കിൽ, നമുക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ, കാഴ്ചയും കേൾവിയും സംസാരമൊക്കെ സൃഷ്ടാവ് തന്ന അനുഗ്രഹങ്ങളാണ്. ഒരു നിമിഷം നമുക്കത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു തരാൻ വേറെ ആരുമില്ല. ഒരു പക്ഷെ നമ്മൾ കോടികൾ ചെലവാക്കി കഴിഞ്ഞാലും നമുക്ക് അത് തിരിച്ചു കിട്ടണമെന്നില്ല. അത് സൃഷ്ടാവ് തന്നെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. ആ ഒരു രീതിയിൽ നമ്മൾ വിശ്വസിക്കണം സൃഷ്ടാവിനെ. കാരണം എല്ലാം നമ്മൾ അള്ളാഹുവിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ അനുഗ്രഹം മാത്രമാണ്. അപ്പം ഈ ഒരു വിശ്വാസം നമ്മളുണ്ടെങ്കിൽ, അള്ളാഹു ഏകനാണ്, അവനാണ് നമ്മൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവനെ ഒരു മുസ്ലിമായി മാറുകയാണ്. ആ ഒരു വിശ്വാസം, പിന്നെ ഈ ഒരു സത്യങ്ങൾ നമുക്ക് തന്നത് നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്നുള്ള ആ ഒരു വിശ്വാസം കൂടെ നമ്മളുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ ഇസ്ലാം മത വിശ്വാസിയായി മാറുകയാണ്.